100 Ah കപ്പാസിറ്റിയുള്ള 24 വോൾട്ടിൽ വരുന്ന ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ് കാണുന്നത്. ഇതിൻ്റെ നെയിം പ്ലേറ്റിൽ സൂചിപ്പിക്കുന്നത് തന്നെ മാക്സിമം ചാർജിങ് കറണ്ട് 45 ആംപിയറും അതുപോലെ തന്നെ ഡിസ്ചാർജിങ് കറണ്ട് 80 ആംപിയറുമാണ്. 100 Ah 25.6 വോൾട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 2.56 kWh യൂണിറ്റ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സിസ്റ്റത്തിനുണ്ട്. 60 മന്ത്സ് ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയാണ് വരുന്നത്. UTL ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു മോഡലാണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഹെവി ആയിട്ടുള്ള 2 ടെർമിനലുകൾ കാണാം. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു 125 ആംപിയറിൻ്റെ MCB കൊടുത്തിരിക്കുന്നതാണ്. DC MCB ആണ്. 3000 മുതൽ 6000 വരെ ചാർജിങ് സൈക്കിളുകൾ ലൈഫ് കിട്ടുന്ന ഒരു ബാറ്ററി പാക്കാണ്. മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതായത് ബാറ്ററി വാട്ടർ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമോ റീഫിൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. കോൺസ്റ്റൻറ്റ് കറണ്ട്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, അതായത് CCCV മെത്തേഡിലാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. 2 സൈഡിലും 2 പിക്കപ്പ് ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. 20 കിലോയ്ക്കും 30 കിലോയ്ക്കും ഇടയിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സിമ്പിളായിട്ട് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു വെയിറ്റ് തന്നെയേ ഉള്ളൂ. 2 പേർക്ക് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാം. 180 AHൻ്റെ 2 ലെഡ് ആസിഡ് ബാറ്ററികളുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. 2 kVA അല്ലെങ്കിൽ 3 kVA കപ്പാസിറ്റിയുള്ള സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറുകൾ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറുകളിൽ ഈ ബാറ്ററി കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 2 യൂണിറ്റോളം റിയൽ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കാം. 2.5 ആണ് ഇതിൻ്റെ ആക്ച്വൽ സ്റ്റോറേജ് കപ്പാസിറ്റി എങ്കിലും ഏകദേശം 2 യൂണിറ്റോളം നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്ത് കൂടുതൽ ഉപയോഗമുള്ളവർക്ക് 4 പാനലുകൾ അല്ലെങ്കിൽ 4 സോളാർ പാനൽസ് വെച്ചിട്ട് ഈ സിസ്റ്റം ഉപയോഗിക്കാം. ഇനി അതല്ല ഒരു ആവറേജ് യൂസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 സോളാർ പാനൽസ്, അതായത് ഇപ്പോൾ വരുന്ന 590 വാട്ട്സിൻ്റെ ഒക്കെ 2 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം 3 kVA ഇൻവെർട്ടറുമായിട്ട് ക്ലബ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ബാറ്ററികളെ അപേക്ഷിച്ച് വെയിറ്റ് അതുപോലെ ഇത് എടുക്കുന്ന ഏരിയ ഒക്കെ വളരെ കുറവാണ്. വെള്ളം റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷം വാറണ്ടി ഉണ്ട്. 12 വർഷത്തോളം കമ്പനി ലൈഫ് പറയുന്നുണ്ട്. ഒരു 8 വർഷം വരെയൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ സ്മാർട്ട് BMS വരുന്ന 48 വോൾട്ട് സിസ്റ്റംസ് ഉണ്ട്. അത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ബാറ്ററി പാക്കുകൾ പാരലി ആഡ് ചെയ്യാം. ഈ സിസ്റ്റത്തിൻ്റെ കൂടെ ബാറ്ററി പാക്ക് പാരലി ആഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം ഇത് നോർമൽ BMS ആണ്. സ്മാർട്ട് BMS വരുന്ന മോഡലുകളിൽ ബാറ്ററി പാരലായിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.